ഹായ്, നമുക്കിന്ന് കെമിസ്ട്രിയിലെ സെക്കൻഡ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് റിഡോക്സ് റിയാക്ഷൻ +1 11th നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. സോ അതിലെ മേജർ പോയിന്റ്സ് എന്തൊക്കെയാണെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒപ്പം നമ്മൾ ഇന്ന് മറ്റൊരു ചാപ്റ്ററോട് ഒരുമിച്ച് കവർ ചെയ്യാണ് ഹൈഡ്രജൻ. സോ രണ്ട് ചാപ്റ്റേഴ്സിന് ഒരുമിച്ച് നമുക്ക് നോക്കാം. ഒന്ന് റിഡോക്സ് റിയാക്ഷൻ, ഒന്ന് ഹൈഡ്രജൻ. ഇത് ഒരുമിച്ച് നോക്കുന്നതിന്റെ കാരണം കൂടിയുണ്ട്. ബിക്കോസ് വളരെയധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്ന രണ്ട് ചാപ്റ്റേഴ്സ് അല്ല ഇത്. ചില വർഷങ്ങളിൽ ചോദിക്കാതിരുന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഒരുമിച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. സോ അങ്ങനെയെങ്കിൽ ആദ്യം റിഡോക്സിലെ മേജർ പോയിന്റ്സ് നോക്കാം. റിഡോക്സിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാം. റിഡോക്സ് എന്ന വേർഡ് തന്നെ രണ്ട് വേർഡുകളുടെ കോമ്പിനേഷൻസ് ആണ് അല്ലെ. ഒന്ന് ഓക്സിഡേഷൻ, ഒന്ന് റിഡക്ഷൻ. എല്ലാവർക്കും അറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം. അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുമ്പോൾ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഒരു ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ ഒക്കെ റിഡോക്സിന് വളരെ ഈസി ആയിട്ട് എഴുതാവുന്ന എക്സാമ്പിളുകളാണ്. ഒരു റിഡോക്സ് റിയാക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിനകത്ത് ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാൻ പഠിക്കുക എന്നതാണ്. റിഡോക്സ് ഓരോരുത്തരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ട് there are some rules. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ കുറച്ചൊന്ന് വേഗം ബ്രീഫ് ചെയ്ത് പറയാം. ആൽക്കലി മെറ്റലുകളുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എല്ലാം തന്നെ +2 ആണ്. എല്ലാ ഹാലജൻസിനും -1 ആണ് ജനറലി. ഓക്സിജൻ ജനറൽ ആയിട്ട് എടുക്കുമ്പോൾ -2, പെറോക്സൈഡുകളിൽ -1 ആൻഡ് സൂപ്പർ ഓക്സൈഡിൽ -1/2. പിന്നെ വരുന്നത് നമ്മുടെ ആർഗൺ പോലെയുള്ള ഇനർട്ട് ഗ്യാസുകളുടെ കേസിൽ ഓക്സിജൻ സ്റ്റേറ്റ് 0. H2, O2, N2 അതുപോലുള്ള ജനറൽ സ്റ്റേറ്റുകളും അയൺ, അലുമിനിയം അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റുകളും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവരുടെ എല്ലാം ഓക്സിജൻ സ്റ്റേറ്റ് 0 ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കോമ്പൗണ്ടിന്റെ എല്ലാവരുടെയും ഓക്സിജൻ സ്റ്റേറ്റുകൾ പരസ്പരം കൂട്ടുമ്പോൾ 0 എന്ന് കിട്ടും. എന്നാൽ അതേസമയം ഇപ്പൊ SO4 നമ്മൾ എഴുതുന്നു. ആ SO4 എന്ന് എഴുതുമ്പോൾ 2- ചാർജ് അവിടെ വന്നു. അപ്പൊ അതിൽ സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത്രയും ഈ രണ്ടുപേരുടെയും ഓക്സിജൻ സ്റ്റേറ്റുകൾ പരസ്പരം കൂട്ടുമ്പോൾ -2 എന്ന ആൻസർ കിട്ടണം. സോ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജന്റെ ഒരു സ്പെഷ്യൽ കേസിലുണ്ട്. ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് വരുന്നെങ്കിൽ -1ഉം, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് +1 ആയിട്ടും മാറും. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. ബാലൻസ് ചെയ്യുന്നതിന് രണ്ട് മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണോ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് എൻട്രൻസുകാർക്ക് എന്തായാലും അറിയാൻ പറ്റത്തില്ല. സോ ഏത് മെത്തേഡ് വേണോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണ്. സോ യു ഫോളോ ദാറ്റ്. നമുക്ക് ആൻസർ ആണ് മുഖ്യം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആയിരിക്കും ഈസി. അത് നിങ്ങൾക്ക് സ്പ്ലിറ്റിംഗ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണ് ഈസി എങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഏത് ചെയ്താലും ആൻസർ കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. സോ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യുന്നില്ല. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ താഴെ ഇട്ടിട്ടുണ്ട്. സോ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അതിനകത്ത് വേറെയും 1-2 ടോപ്പിക്സ് കൂടി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം. അത് കണ്ട് നിങ്ങൾക്ക് ബാലൻസിങ് പഠിക്കാവുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. സ്റ്റോക്ക് നൊട്ടേഷൻ ഉദാഹരണത്തിന് നമ്മൾ എഴുതുന്ന FeO. ഇപ്പൊ FeO എന്ന് എഴുതുമ്പോൾ ഇത് 2- ചാർജ്, ഇത് 2+ ചാർജ്. അങ്ങനെയെങ്കിൽ സ്റ്റോക്ക് നൊട്ടേഷൻ അയൺ 2 ഓക്സൈഡ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കൂടി നമ്മൾ റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതി കാണിക്കുന്നതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ പഠിക്കുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേര് ചേർന്ന് പുതിയൊരാളായിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. സോ ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. പിന്നെയുള്ളത് ഡീകമ്പോസിഷൻ. ഒരാൾ പൊട്ടി രണ്ടാകുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ. ഈ പറഞ്ഞത് തന്നെ തിരിച്ചു പറഞ്ഞത് കാൽഷ്യം കാർബണേറ്റ് പൊട്ടി കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആകുമ്പോൾ ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. പിന്നെയുള്ളത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഒരാളെ മാറ്റി മറ്റൊരാൾ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ദാറ്റ് ഇസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും അതേ എലമെന്റിന് തന്നെ റിഡക്ഷൻ സംഭവിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. സോ വി വിൽ ടേക്ക് ആൻ എക്സാമ്പിൾ. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്ലിറ്റ് ചെയ്ത് H2O ആൻഡ് ഓക്സിജൻ ആയിട്ട് മാറുന്നു. ഇവിടെ ഓക്സിജൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ പെറോക്സൈഡിൽ വരുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. എന്നാൽ ഇവിടെ സാധാരണ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇത് -2 ആണ്.
ഓക്സിജൻ ജനറൽ സ്റ്റേറ്റ് 0 ആണ്. അപ്പൊ ഓക്സിജന്റെ കേസ് ശ്രദ്ധിച്ചേ, ഓക്സിജൻ -1 നിന്ന് -2 ആയി, H2 ആയപ്പോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഓക്സിജൻ ഇവിടെ ഈ കേസിൽ റിഡക്ഷൻ സംഭവിച്ചു, -1 നിന്ന് കുറഞ്ഞ് -2 ആയി. എന്നാൽ ഈ ഓക്സിജന്റെ കേസ് എടുക്കുമ്പോൾ -1 നിന്ന് 0 ആയി, -1 നിന്ന് 0 ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓക്സിജൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യും. സോ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യും, ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ. സോ ഓക്സിജന് തന്നെയാണ് ഇവിടെ റിഡക്ഷൻ, ഓക്സിജന് തന്നെയാണ് ഇവിടെ ഓക്സിഡേഷൻ. രണ്ടും ഒരാൾക്ക് സംഭവിച്ചാൽ ആ റിയാക്ഷൻ അറിയപ്പെടുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ ഇത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള റിഡോക്സ് റിയാക്ഷൻ. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ഇലക്ട്രോ കെമിസ്ട്രി ഓൾറെഡി നമ്മൾ +2 പഠിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ട് വരുന്ന കേസേ അല്ല. സോ ഇത്രയൊക്കെയാണ് റിഡോക്സ് റിയാക്ഷൻ വരുന്ന മേജർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിനകത്ത് ലിങ്ക് ഉണ്ട്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്കിനി ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിനകത്ത് വരുന്ന മേജർ പോയിന്റ്സ് നോക്കാം. ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. കൊമേഴ്ഷ്യലി ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത് ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അപ്പൊ വാട്ടറിന്റെ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കിട്ടും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി മറ്റു റിയാക്ഷൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ഹൈഡ്രോ കാർബണും സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ. CH4A ഹൈഡ്രോ കാർബൺ വെൻ റിയാക്ട് വിത്ത് സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ ആരാ? വാട്ടർ തന്നെയല്ലേ. സോ റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ദിസ് മിക്സ്ചർ ഈസ് ടുഗദർ കോൾഡ്, ഇതിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സിൻ ഗ്യാസ് അഥവാ സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സിന്തസിസ് ഗ്യാസ് അഥവാ സിൻ ഗ്യാസ് എന്ന് ഉപയോഗിക്കുന്നത്, പേരിട്ട് വിളിക്കുന്നത്. കാരണം ഇത് മെഥനോളിന്റെ സിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന മിക്സ്ചറാണ് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജൻ ഗ്യാസിന്റെയും മിക്സ്ചർ. ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സ്ചർ അഥവാ വാട്ടർ ഗ്യാസ് എന്ന് ഇതിന് മറ്റൊരു പേരുണ്ട്. വാട്ടർ ഗ്യാസ് അഥവാ സിന്തസിസ് ഗ്യാസ് അഥവാ സിൻ ഗ്യാസ്. ഈ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു വഴി കൂടിയുണ്ട്, കോൾ ഉപയോഗിക്കുക. കോൾ എന്ന് വെച്ചാൽ ആരാ? കാർബൺ തന്നെ. സോ കാർബൺ എടുക്കുക, കാർബണിലേക്ക് സ്റ്റീം പാസ് ചെയ്യിപ്പിക്കുക. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചർ ആയിരിക്കും നമുക്ക് അവിടെയും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ റിയാക്ഷൻ, കോളിൽ നിന്നുള്ള ഈ റിയാക്ഷൻ അറിയപ്പെടുന്ന പേര് കോൾ ഗ്യാസിഫിക്കേഷൻ എന്നാണ്. ഇങ്ങനെയും നമുക്ക് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാം. കൂടുതൽ ഹൈഡ്രജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടായ കാർബൺ മോണോക്സൈഡിനെ വീണ്ടും സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. സോ കാർബൺ മോണോക്സൈഡ് അഗെയിൻ റിയാക്ട് വിത്ത് സ്റ്റീം ആൻഡ് പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. This reaction is known as water gas shift reaction. ഈ റിയാക്ഷനാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പൊ മുകളിലത്തത് കോൾ ഗ്യാസിഫിക്കേഷൻ, രണ്ടാമത്തെ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. സോ ഇങ്ങനെയൊക്കെയാണ് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് നമുക്ക് ഹൈഡ്രജൻ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഹൈഡ്രജന്റെ റിയാക്ഷൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഹൈഡ്രൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് നമുക്ക് പഠിക്കേണ്ടത് എടുക്കാൻ വരട്ടെ. അതിന് മുന്നേ ആയിട്ട് വെജിറ്റബിൾ ഓയിലിൽ നിക്കൽ പോലെയുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രജൻ പാസ് ചെയ്താൽ അത് ആർട്ടിഫിഷ്യൽ ഗീ അഥവാ വനസ്പതി ആയിട്ട് അത് മാറും. അപ്പൊ അങ്ങനെ ഒരു കേസ് ഇവിടെ പറയാനുണ്ട്. സോ ഹൈഡ്രേഷൻ ഓഫ് വെജിറ്റബിൾ ഗീ വിൽ പ്രൊഡ്യൂസ് വനസ്പതി. ഇനി നമുക്ക് ഹൈഡ്രൈഡ്സിന്റെ കേസിലേക്ക് പോകാം. ഹൈഡ്രജനും മറ്റേതെങ്കിലും ഒരു എലമെന്റുമായിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. EH എന്ന ഫോർമാറ്റ്, ഒരു എലമെന്റും ഹൈഡ്രജനും ചേർന്ന് വരുന്ന ബൈനറി കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രൈഡ്സ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഹൈഡ്രൈഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അയോണിക് ഹൈഡ്രൈഡ്, രണ്ടെന്ന് പറയുന്നത് കോവാലന്റ് ഹൈഡ്രൈഡ്, ലാസ്റ്റ് വൺ ഈസ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. അയോണിക് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജനും S ബ്ലോക്ക് എലമെന്റ്, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് എലമെന്റ്സ്, അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡുകളെയാണ് നമ്മൾ അയോണിക് ഹൈഡ്രൈഡ്സ്. ലൈക്ക് കാൽഷ്യം ഹൈഡ്രൈഡ് CaH2. കാൽഷ്യം ഹൈഡ്രൈഡ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് എ അയോണിക് ഹൈഡ്രൈഡ്. അതേസമയം കോവാലന്റ് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ P ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ P ബ്ലോക്ക് എലമെന്റ്സും പിന്നെ നമ്മുടെ ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോവാലന്റ് ഹൈഡ്രൈഡ്സ്. ഈ കോവാലന്റ് ഹൈഡ്രൈഡ്സ് തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, അതായത് ഇലക്ട്രോൺ കുറവായിരിക്കും. ഒന്ന് ഇലക്ട്രോൺ പ്രിസൈസ്, കൃത്യം ഇലക്ട്രോൺസ് ആയിരിക്കും എണ്ണം. പിന്നെ ഉള്ളത് ഇലക്ട്രോൺ എക്സസ് വരുന്ന കാറ്റഗറി. സോ ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 13ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സുമായിട്ടാണ് ഇയാൾ ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ ബോറോൺ ഹൈഡ്രൈഡ് BH3 ഒക്കെ പോലെ. സോ അങ്ങനെയുള്ള 13ാമത്തെ എലമെന്റുമായിട്ടാണ് ഹൈഡ്രജൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ പോലെയുള്ള, അപ്പൊ CH4 ഒക്കെ ഇലക്ട്രോൺ പ്രിസൈസിനകത്ത് വരും. എന്നാൽ ഇലക്ട്രോൺ എക്സസ് എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള ആരുമായിട്ടും ഉണ്ടാക്കാം, അതായത് 15ാമത്തെ ഗ്രൂപ്പോ 16ാമത്തെ ഗ്രൂപ്പോ ഒക്കെ. അപ്പൊ H2 ഒക്കെ ഏതിനകത്ത് വരും? ഇലക്ട്രോൺ എക്സസിനകത്ത് വരും.
ഇലക്ട്രോൺ എക്സസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് എന്ന് വിളിക്കാം നമുക്ക് അതിന്. അപ്പൊ ഇതൊക്കെയാണ് പി ബ്ലോക്ക് കോവാലന്റ് ഹൈഡ്രൈഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് ഏതാ? മെറ്റാലിക് ഹൈഡ്രൈഡ്. മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ഇനി നമുക്ക് ഡി എം എഫ് ബ്ലോക്ക് വല്ല മിച്ചേ ഉള്ളൂ. സോ ആ ഡി ആൻഡ് എഫ് ബ്ലോക്കുകൾ ചേർന്നുണ്ടാകുന്ന ഹൈഡ്രൈഡുകളാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ മെറ്റാലിക് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിനകത്ത് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് വാട്ടർ. സോ വാട്ടറിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, വാട്ടർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഹൈബ്രിഡൈസേഷൻ അറിയായിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ വിത്ത് 2 ലോൺ പെയർസ് ആണ്. സോ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയാം, വി ഷേപ്പ് ആണ് അത് വരുന്നത്. സോ ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദാറ്റ് നമ്മൾ വാട്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതാ? ഒന്ന് സോഫ്റ്റ് വാട്ടർ, ഒന്ന് ഹാർഡ് വാട്ടർ. കേരളത്തിലൊക്കെ നല്ല സോഫ്റ്റ് വാട്ടർ, പക്ഷെ നമ്മൾ തമിഴ്നാട്, ആന്ധ്രയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം ഇച്ചിരി കട്ടിയുള്ള ഒരു വെള്ളം നമുക്ക് കിട്ടും. നമുക്ക് കുളിച്ചാലും നമുക്ക് കുളിച്ചതായിട്ട് തോന്നുന്നില്ല, ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. സോ അതാണ് എന്ന് പറയുന്നത് ഹാർഡ് വാട്ടർ. സോ ഹാർഡ്നെസിന്റെ കാരണക്കാരൻ അതിനെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്. ഹാർഡ്നെസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, ഒന്ന് പെർമനന്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ഹൈഡ്രജൻ കാർബണേറ്റ് പ്രസന്റ് ആയിരിക്കും. അപ്പൊ കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ഹൈഡ്രജൻ കാർബണേറ്റ് പ്രസന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ടെമ്പററി ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ് പക്ഷെ അങ്ങനെയല്ല. അവിടെ കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ക്ലോറൈഡോ അല്ലെങ്കിൽ സൾഫേറ്റോ പ്രസന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെന്തെന്ന് വിളിക്കുന്നത്? പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നത്. സോ പെർമനന്റ് ഹാർഡ്നെസ് ആയാലും ടെമ്പററി ഹാർഡ്നെസ് ആയാലും റിമൂവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഒന്നാമത്തെ നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ബോയിൽ ചെയ്യുക. സോ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ടെമ്പററി ഹാർഡ്നെസ് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ മറ്റൊരു മെത്തേഡാണ് ക്ലാർക്സ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ലൈം ആഡ് ചെയ്ത് നമ്മൾ അതിനകത്തുള്ള ടെമ്പററി ഹാർഡ്നെസ് മാറ്റിയെടുക്കും. പെർമനന്റ് ഹാർഡ്നെസ് മാറ്റാനായിട്ട് 4 വഴികളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ട്രീറ്റ്മെന്റ് വിത്ത് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ Na2CO3. സോ വാഷിംഗ് സോഡ വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. യു ക്യാൻ റിമൂവ് ടെമ്പററി ഹാർഡ്നെസ്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി കാൽഗൻസ് മെത്തേഡ്. കാൽഗൻ നിങ്ങൾക്ക് അറിയായിരിക്കും. കാൽഗൻ എന്ന് പറയുന്നത് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, കാൽഗൻ എന്ന് വിളിക്കുന്നത്. സോ കാൽഗൻ യൂസ് ചെയ്ത് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സിയോളൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യും നമ്മൾ ടെമ്പററി പെർമനന്റ് ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സിന്തറ്റിക് റെസിൻ മെത്തേഡ്. അത് ആക്ച്വലി അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് തന്നെയാണ്. വ്യത്യാസം അവിടെ സിന്തറ്റിക് റെസിൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇതൊക്കെയായിരുന്നു ഹാർഡ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ. പിന്നെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആളാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സോ ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് അത് വരുന്നത്. എന്നാൽ ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30% വീര്യമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിനെ മാർക്കറ്റിൽ വിൽക്കേണ്ടത് അല്ലെങ്കിൽ വിൽക്കുന്നത് 100V എന്നാണ്. അപ്പൊ 30% വീര്യമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിനെ മാർക്കറ്റ് ചെയ്യുന്നത് 100V എന്നാണ്. 100V എന്ന് വെച്ചാൽ 100 വോളിയം. അതായത് 30% വീര്യമുള്ള ഒരു ml ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ തുറന്നു വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് 100 ml, അതാണ് 100V എന്ന് എഴുതിയിരിക്കുന്നത്, 100 ml ഓക്സിജൻ പുറത്തേക്ക് വരും എന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, നമ്മൾ കടയിൽ നിന്ന് പക്ഷെ വാങ്ങുന്നത് 100V ആയിട്ട് മാർക്കറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് 10V ആണ്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? ഇത് 100ൽ നിന്ന് 10 ആയെങ്കിൽ ഇത് 30ൽ നിന്ന് എത്രയാവും? 3%. അപ്പൊ 3% ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് സാധാരണ മാർക്കറ്റിൽ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10V എന്ന പേരിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. 10V എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? ദാറ്റ് ഈസ് 3%. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ 10V is marketed which is actually 3% ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ ഇതൊക്കെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ പോയിന്റ് ഓഫ് വ്യൂ വളരെ നന്നായിട്ട് നോക്കിയിരിക്കണം. എൻട്രൻസിന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചിരിക്കാത്തതെന്ന് പറയും. പിന്നെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ലാസ്റ്റ് ആളാണ് നമ്മുടെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോട്ടോപ്പ്. ഹൈഡ്രജൻ എത്ര ഐസോട്ടോപ്സ് ഉള്ളത്? 3 ഐസോട്ടോപ്പ്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ ഡ്യൂട്ടീരിയം വാട്ടർ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഹെവി വാട്ടർ എന്ന് വിളിക്കുന്നത്. ഹെവി വാട്ടർ ഒക്കെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ കൂളന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഡ്യൂട്ടീരിയം. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ഇടുന്നതാണ് ഹൈഡ്രജൻ എക്കണോമി. കാരണം നമ്മൾ ഇനി ഭാവി കാലത്ത് നമ്മൾ കൂടുതൽ എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഇതെന്ന് പറയുന്നത് ഹൈഡ്രജൻ. സോ വെൻ എനർജിയുടെ ഒരു ഫോം നമ്മൾ എനർജിയുടെ ഫോമായിട്ട് ഹൈഡ്രജനെ യൂസ് ചെയ്യുന്ന എക്കണോമിയാണ് ഹൈഡ്രജൻ എക്കണോമി എന്നൊക്കെ വിളിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് മാത്രമല്ല റിഡോക്സിലെ ക്വസ്റ്റ്യൻസും കൂടി ചേർത്ത് ഒരുമിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following reactions are disproportionation reaction?
അപ്പൊ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ റിഡോക്സ് റിയാക്ഷൻ പല ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഡിസ്പ്രപ്പോർഷനേഷൻ. അതായത് ഒരാൾക്ക് തന്നെ റിഡക്ഷൻ സംഭവിക്കും, അയാൾക്ക് തന്നെ ഓക്സിഡേഷൻ സംഭവിക്കുന്ന കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തിൽ നമ്മൾ നോക്കൂ, ഒന്നാമത്തെ Cu+, Cu2+ ആയിട്ട് മാറി, സോ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അതേ Cu+, Cu0 ആയിട്ട് മാറി, ദാറ്റ് ഈസ് റിഡക്ഷൻ. സോ സ്വാഭാവികമായിട്ടും എയിലെ കോപ്പറിന് തന്നെയാണ് ഓക്സിഡേഷൻ, കോപ്പറിന് തന്നെയാണ് റിഡക്ഷൻ. സോ എ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാം അതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. സോ എ വരുന്ന ഓപ്ഷൻസ് അവിടെ ഏതെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ എല്ലാത്തിലും എ ഉണ്ട്. സോ എ ഉറപ്പിക്കാം നമുക്ക്. രണ്ടാമത്തെ നോക്കൂ, MnO4 2- 4H+ കൂടി ചേരുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ അതിൽ നമുക്കൊന്ന് എഴുതി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. MnO4 2- എന്തായിട്ട്, അപ്പൊ മാംഗനീസ് ആണ് എന്തായിട്ടായിട്ട് മാറിയത്? MnO4- ആയിട്ടും MnO2 ആയിട്ടും. നമുക്ക് മാംഗനീസിന്റെ കേസ് മാത്രം മതി, ഒരാൾക്ക് തന്നെ നടക്കുന്നതുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ മാംഗനീസിന്റെ കേസ് എടുക്കുമ്പോൾ ഓക്സിജൻ -8 ആണ്, ഇവിടെ ഓൾറെഡി -2 എഴുതി, സോ ദാറ്റ് ഈസ് +6. ഇവിടെ വരുമ്പോ -+7, ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും +4. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കുമ്പോൾ +6 നിന്ന് +7 ആയി ഓക്സിഡേഷൻ, ഇവിടെ നോക്കുമ്പോൾ +6 നിന്ന് +4 ആയി റിഡക്ഷൻ. സോ മാംഗനീസിന് ഇവിടെ ഓക്സിഡേഷൻ നടന്നു, റിഡക്ഷൻ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്നതും ഡിസ്പ്രപ്പോർഷനേഷൻ തന്നെയാണ്. മൂന്നാമത്തെ റിയാക്ഷൻ KMnO4, അവിടെ മാംഗനീസ് തന്നെയാണ് താരം. സോ KMnO4 എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് മാറി? ഒന്ന് K2MnO4 MnO2 ആയിട്ട് മാറി. നമ്മൾ ഇനി വേറെ ഇതിൽ മാംഗനീസിന്റെ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ മാംഗനീസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് -8, ദാറ്റ് ഈസ് +1, സോ ഇറ്റ് ഈസ് +7. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ മാംഗനീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -8 +2, സോ ഇറ്റ് ഈസ് +6. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഓക്സിജൻ -2, ദാറ്റ് ഈസ് +4. സോ ഇവിടെ +7 നിന്ന് അയാൾ +6 ആയി +4 ആയി. സോ ഇത് രണ്ടിടത്തും കുറയാണ് ചെയ്തത്, ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പൊ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ നാലാമത്തതാണ്. പക്ഷെ നാലാമത്തെ നമ്മൾ ചെയ്ത് നോക്കണമെന്നില്ല, ബിക്കോസ് നമ്മുടെ ഓപ്ഷനിൽ എയും ബിയും ഉറപ്പിച്ചല്ലോ. നമ്മൾ എയും ബിയും ഡിയും കൂടി വരുന്ന ഒരു ഓപ്ഷനേ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സമയം വെറുതെ കളയണമെന്നില്ല. സോ യു ക്യാൻ ചൂസ് ദ ഫസ്റ്റ് ഓപ്ഷൻ A and B ആസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ? പറഞ്ഞത് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് യൂസ്ഡ് ടു റിമൂവ് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ്. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ആകെ നമ്മൾ രണ്ട് മെത്തേഡ്സേ പഠിച്ചിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ബൈ ബോയിലിംഗ്, രണ്ടെന്ന് പറയുന്നത് ക്ലാർക്സ് മെത്തേഡ്. അവിടെ ഓപ്ഷനിൽ ക്ലാർക്സ് മെത്തേഡ് ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തത് ക്ലാർക്സ് മെത്തേഡ് ആണ്. അവിടെ എന്തായാലും ബൈ ബോയിലിംഗ് എന്ന മെത്തേഡ് എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് ക്ലാർക്സ് മെത്തേഡ് മാത്രമേ ആൻസർ ആയിട്ട് വരൂ. സോ സെക്കൻഡ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, zinc can be coated on iron to produce galvanized iron, but the reverse is not possible. It is because, അതായത് നമുക്ക് സിങ്ക് ഉപയോഗിച്ച് അയണിന്റെ മുകളിൽ നമുക്കൊരു കോട്ട് ഉണ്ടാക്കും, ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ തിരിച്ചു നടക്കില്ല. എന്താ കാര്യം എന്നാണ്. സോ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇലക്ട്രോ റിയാക്ടിവിറ്റി സീരീസിൽ റിയാക്ടിവിറ്റി കൂടിയ ആളായിരിക്കും എപ്പോഴും മറ്റൊരാളുടെ മേലിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടത്തുന്നത്. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകുന്നത് സിങ്ക് ഹാസ് ലോവർ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ദാൻ അയൺ. അല്ല, ഓപ്പോസിറ്റ് ആണ്. Zinc has a higher negative electrode potential than iron. That is the answer. That is the correct statement. So second one is the answer. Clear ayalo parnathu? Next question. For the redox reaction MnO4- plus C2O4 2- plus H plus gives Mn2+ plus CO2 plus H2O. The correct coefficients of the reaction for the balanced equation are. അപ്പോൾ ഇവിടെ ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ ബാലൻസ് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അത് വേറെ ഒന്നുമല്ല, ഈ റിയാക്ഷന്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് പ്രത്യേകിച്ച് കയറി വരും. ഇവിടെ H+ H2O എല്ലാം ഓൾറെഡി ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട്. ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. നിങ്ങൾ അത് എടുക്കണ്ട. നിങ്ങൾ അത് എടുക്കാതെ നമ്മൾ സാധാരണ ചെയ്ത രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അതായത് ഇപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ എടുക്കുമ്പോൾ MnO4- plus C2O4 2- ഇത്ര എടുത്താൽ മതി. ആ കാർബൺ ഡൈ ഓക്സൈഡ് H+ നിങ്ങൾ എടുക്കണ്ട. അത് അസിഡിക് മീഡിയം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ തരുന്നതാണ്. പിന്നെയുള്ളത് Mn2+ plus CO2 നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ, പ്ലസ് H2 എടുക്കുന്നില്ല. അത് ഓൾറെഡി ആഡ് ചെയ്ത് വരും. ഇനി നോക്കാം, മാംഗനീസിന്റെ ചാർജ് ഇവിടെ എത്രയാ? ദാറ്റ് ഈസ് +7 എന്ന് വരും അല്ലെ. ഇവിടെ 2+ തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദി ചേഞ്ച്? ദ ചേഞ്ച് ഈസ് 5. സോ 5ന്റെ ചേഞ്ച് ആണ് അവിടെ ഉള്ളത്. ഇവിടെ കാർബണിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും ദിസ് ഈസ് -8 -6 എന്നുള്ളത് +6 അല്ലെ, +6. അപ്പൊ +6 ആണ് ഇവിടെ വരുന്നത്. +6 രണ്ട് കാർബണാണ്, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. സോ വി ഹാവ് ടു റൈറ്റ് 2 അല്ലെ, 2 എന്ന് എഴുതണം.
അപ്പൊ 2 എന്ന് എഴുതുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ചാർജ് എന്ന് പറയുന്നത് -4 -4ന്റെ ഓപ്പോസിറ്റ് +4. പക്ഷെ +4 എന്ന് പറയുന്നത് ഒരു കാർബൺ, ഇവിടെ 2 കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര എടുക്കണം? +2 എന്ന് എടുക്കണം, +8 എന്ന് എടുക്കണം. ഇനി നമ്മൾ ആ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് +6 നിന്ന് +8ലേക്ക്. വാട്ട് ഈസ് ദ ചേഞ്ച്? ദ ചേഞ്ച് ഇസ് 2 ഇലക്ട്രോൺ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടിടത്തുള്ള നമ്പേഴ്സ് ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആണല്ലോ. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് എവിടെയൊക്കെയാണോ മാംഗനീസ് ഉള്ളത് അവിടെ എല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എവിടെയൊക്കെയാണോ കാർബൺ ഉള്ളത് അവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2MnO4 മൈനസ് പ്ലസ് കാർബൺ വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് അപ്പൊ 5C2O4 2 മൈനസ് ഗീവ്സ് then manganese വന്നാൽ 2 കൊണ്ട് അപ്പൊ 2Mn2 പ്ലസ് then 2CO2 ആ 2 ന്റെ കൂടെ എന്തുകൂടി മൾട്ടിപ്ലൈഡ് ആവും? 5 കൂടി മൾട്ടിപ്ലൈ ആവും. അപ്പൊ 2 into 5 is 10CO2 എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് അസിഡിക് മീഡിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ് ഓക്സിജൻ കൂടുതൽ, എവിടെയാണ് കുറവ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുമ്പോൾ 4 into 2 അല്ലെ, 2 into 4 8 ഓക്സിജൻ ഉണ്ട്. സോ 8 പ്ലസ് ഇവിടെ 5 into 4 ദാറ്റ് ഇസ് 20. സോ 20. സോ ടോട്ടൽ ഇസ് 28. അപ്പൊ ഇവിടെ 28 ഓക്സിജൻ ആണ് ഈ സൈഡിൽ. ഈ സൈഡിൽ എടുക്കുമ്പോഴത്തേക്കും 10 into 2 20. സോ 20 ഓക്സിജൻ ആണ് ഈ സൈഡിലുള്ളത്. അപ്പൊ ഇവിടെ 20, ഇവിടെ 28. എവിടെയാ കുറവ്? ആ സൈഡിലെ കുറവ്. എത്ര എണ്ണത്തിന്റെ കുറവുണ്ട് ആ സൈഡില്? 8 എണ്ണത്തിന്റെ കുറവുണ്ട്. സോ വി ഹാവ് ടു ആഡ് 8 H2O. എത്ര വാട്ടർ ആഡ് ചെയ്തോ അതിന്റെ ഇരട്ടി, ഡബിൾ നമ്പർ ഓഫ് H പ്ലസ് ആണ് ഓപ്പോസിറ്റ് ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ 8 H2O. അപ്പൊ ഡബിൾ എന്ന് വെച്ചാൽ 16 H പ്ലസ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയില്ലേ? അപ്പൊ വളരെ വേഗത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? MnO4 മൈനസ് എത്ര എണ്ണം ഉണ്ട്? MnO4 മൈനസ് നമ്മൾ ലാസ്റ്റ് ആൻസർ എത്ര എണ്ണം കിട്ടി? നമുക്ക് 2 എന്നാണ് കിട്ടിയത്. സോ 2 എന്ന് പറയുന്ന 2 ഓപ്ഷൻ, 2 3 ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത C2O4 2 മൈനസ് എത്ര എണ്ണം കിട്ടി? C2O4 2 മൈനസ് നമുക്ക് എത്ര എണ്ണം കിട്ടി? 5 എണ്ണമാണ് കിട്ടിയത്. അപ്പൊ ആ 5ഉം 2ഉം വരുന്നത് ഓൾറെഡി സെക്കൻഡ് ഓപ്ഷനിലാണ്. എങ്കിലും H പ്ലസ് അയോൺസിന്റെ എണ്ണവും കൂടി നമുക്ക് നോക്കാം. H പ്ലസ് അയോൺസ് 16 അല്ലേ കിട്ടിയത്? 16 തന്നെയല്ലോ രണ്ടാമത്തെ ഓപ്ഷനിൽ കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ബാലൻസിംഗ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മനസ്സിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കണക്ക് ചെയ്ത് വേണം ഇതിലേക്ക് പ്ലോട്ട് ചെയ്യാൻ. എല്ലാം എഴുതി പോകണമെന്നില്ല. ജസ്റ്റ് വളരെ വേഗത്തിൽ മനസ്സിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാം റിഡോക്സിലും ഹൈഡ്രജൻ ഇതൊക്കെ. ഹൈഡ്രജനിലെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. സോ ഈ ഒരു മോഡിലാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. കാരണം ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ ഇനി പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വർക്ക്ഔട്ട് ചെയ്യുക. വളരെ വലിയൊരു ചാപ്റ്റർ അല്ല, ചോദിച്ചാൽ ഒരു ചോദ്യം അത്രേ നമുക്ക് കിട്ടാറുള്ളൂ. അതുകൊണ്ട് വളരെയധികം ടൈം ഒന്നും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നില്ല. ബട്ട് ഈവൻ ദോ നമുക്ക് കിട്ടിയാൽ അത് ഫുൾ മാർക്ക് കിട്ടുകയും വേണം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കുറെ കുട്ടികൾ ഡൗട്ട് ആയിട്ട് ചോദിച്ചിരുന്നു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും എങ്ങനെയാണ്? പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യും, ആരും പേടിക്കുകയും വേണ്ട. സോ നീറ്റ് എക്സാമിനേഷന്റെ ഡേറ്റ് കൺഫേം ആണോ എന്നുള്ളതാണ് ആദ്യം. സോ അത് എക്സ്റ്റെൻഡ് ആകും എന്നതാണ് കേൾക്കുന്നത്. ബട്ട് എന്തോ ആയിക്കോട്ടെ, എന്ത് വന്നാലും ശരി നമുക്ക് ജൂലൈ 26 മുന്നേ നമ്മൾ പോർഷൻസ് കവർ ചെയ്യും. ഓക്കെ, സോ +1 +2 ആണ് ടോപ്പിക്സ്. ആ ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് +2 വരാത്തത്. +2 വരും. ഇനിയിപ്പോ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി +1 തീരാണ്. നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് എല്ലാത്തിലും തീർത്തു. നമ്മള് ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഒക്കെ ഫസ്റ്റ് ടെക്സ്റ്റ് തീർത്തിട്ടുണ്ട്. സെക്കൻഡ് ടെക്സ്റ്റ് എത്തി. ഇനി ഉടനെ നമ്മൾ +2ലേക്ക് കയറും. സോ ഡോണ്ട് വെറി, ആരും അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നമുക്ക് നമ്മളെ കൂടെ ഇങ്ങനെ പോന്നാൽ മതി. നമ്മൾ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ചെയ്യും. അപ്പോ എല്ലാവരും കൂടെ കാണണം. ഫ്രണ്ട്സിനെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് വേണം, കൂടെ കാണുകയും വേണം. കാരണം നീറ്റ് തീരുന്നത് വരെ അതിനുശേഷവും ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം ഞാനും കാണും.